ആദ്യം തന്നെ പറഞ്ഞ് 5 ലക്ഷം അതിൻ്റെ മേലെ പോകുമെന്ന് പറഞ്ഞതൊന്നും എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി UDF ജയിക്കും. പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ്. സത്യമൊകേരി ആയിരിക്കും എന്നാണ് നമ്മൾ BJP കാരല്ല. അപ്പോൾ നമ്മളെ ആഗ്രഹം തരില്ല. നമ്മളെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നല്ല നമ്മുടെ ആഗ്രഹം. ഇവിടെ പിന്നെ പാർലമെന്റ് പറയണ്ട UDF തന്നെ. ആര് ജയിച്ചാലും തോറ്റാലും നമ്മൾ അധ്വാനിച്ചാലേ നമുക്കുള്ളൂ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ വോട്ടെണ്ണലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെണ്ണി ഫലമറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടി നമ്മൾ കൽപ്പറ്റയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൽപ്പറ്റ നഗരത്തിൽ ചുങ്കം ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. ചുങ്കം ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ആളുകളുടെ ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ ആരായുന്നത്. നമുക്ക് പറയാനുള്ള വെച്ചാൽ നമ്മളെ പ്രിയങ്ക ഗാന്ധി ജയിക്കും. അപ്പം ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിക്കും. അതാണ് നമ്മളെ അഭിപ്രായം. റിസൾട്ട് നമ്മളെ UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അത് ജനങ്ങൾ കൃത്യമായ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് റിസൾട്ട് പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ പൊതുവായിട്ടുള്ള അഭിപ്രായം. ജയിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സത്യമൊകേരി ആയിരിക്കും എന്നാണ് നമ്മൾ. വയനാട് പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ടാണല്ലോ. അതിൽ പിന്നെ ഒരു എണ്ണത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു 3 ലക്ഷം ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നാളെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ജയിച്ചിരിക്കും. പ്രതികരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ആദ്യം തന്നെ പറഞ്ഞ് 5 ലക്ഷം അതിൻ്റെ മേലെ പോകുമെന്ന് പറഞ്ഞതൊന്നും എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും അതിന് താഴോട്ടേക്കേ വരുള്ളൂ. അമിത ആവേശമായിരുന്നു കോൺഗ്രസ്സുകാർക്ക്. എന്തായാലും നടക്കില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി UDF ജയിക്കും. വയനാട്ടിൻ്റെതെന്നുണ്ടെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ ഭൂരിപക്ഷം കുറവായിരിക്കും. വളരെ മോശമായിരിക്കും. അത് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി കിട്ടിയിട്ട് ഭൂരിപക്ഷം കിട്ടില്ല. അപ്പോൾ നാളെ റിസൾട്ട് വരാൻ പോകണല്ലോ, എന്താണ് പറയാനുള്ളത്? പ്രിയങ്ക ഗാന്ധി ജയിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറവായിരിക്കും. BJPക്ക് തീരുണ്ടാവില്ല. BJP എന്ത് വേണം ചാൻസ് കുറവാണ്, വോട്ടുണ്ടാവില്ല. പിന്നെ സത്യമൊകേരിക്ക് ഉണ്ടാവും, അത്യാവശ്യം വോട്ടുണ്ടാവും. നമ്മൾ BJP കാരല്ല. അപ്പോൾ നമ്മളെ ആഗ്രഹം തരില്ല. നമ്മളെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നല്ല നമ്മുടെ ആഗ്രഹം. ഇവിടെ സത്യമൊകേരി കുറച്ച് നിലമെച്ചപ്പെടും എന്നല്ലാതെ നമുക്ക് വിജയസാധ്യതയെ പറ്റി സംശയമാണ്. ഇവിടെ പിന്നെ പാർലമെന്റ് പറയണ്ട UDF തന്നെ. മറ്റത് ചേലക്കര LDF കൊണ്ടുപോകും. വയനാട് ഒന്നും പറയാൻ പറ്റില്ല. പ്രിയങ്ക വരാൻ പറയും. ചിലപ്പോൾ പ്രിയങ്ക തന്നെ വരും. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ, ഇവിടെ ഇപ്പോൾ ഇവരെന്നെ ജയിക്കുക, കോൺഗ്രസ് തന്നെ ജയിക്കാന്ന് എൻ്റെ അഭിപ്രായം. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി തന്നെ ഒരു പ്രശ്നം വന്ന അഡ്ലൈഡ് ഒരു വിശ്വനാഥൻ മരിച്ചിട്ട് നമ്മളെ നാട് അഡ്ലൈഡ് അവിടെ സ്പോട്ടിൽ വന്നു അവൻ്റെ വീട്ടുകാരെ കണ്ട് എല്ലാം ചെയ്യിച്ചു. ആര് ജയിച്ചാലും തോറ്റാലും നമ്മൾ അധ്വാനിച്ചാലേ നമുക്കുള്ളൂ. ഏത് പാർട്ടി വന്നാലും നമ്മൾ അധ്വാനിച്ചാൽ നമുക്കുണ്ട്. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് വോട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക ജയിക്കും, ഗ്യാരണ്ടി അല്ലേ? മൊത്തത്തിൽ നല്ല അഭിപ്രായമല്ലേ? UDF ജയിക്കും. രാഹുൽ ഗാന്ധി 2019 മത്സരിച്ചപ്പോൾ ജയിച്ച ഭൂരിപക്ഷം 4,31,772 അത് പിന്നീട് 1 ലക്ഷം കൂടി കുറഞ്ഞ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3,64,442 ആയിരുന്നു. ഇത്തവണ ജയിക്കുന്ന ആളുടെ ഭൂരിപക്ഷം എന്തായിരിക്കും, അത് ഏറ്റക്കുറച്ചിലുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. ഏതായാലും ജനങ്ങളുടെ അഭിപ്രായം നാം കേട്ടുകഴിഞ്ഞു. ഇനി മണിക്കൂറുകൾക്കകം നമുക്ക് ആ ഫലം അറിയാം. അനീഷ് നിളയ്ക്കൊപ്പം CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ Facebook പേജ് ഫോളോ ചെയ്യുക. YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.